ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമ്പ് തുറ വിഭവം റെഡിയാക്കി എടുക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് വെറൈറ്റി ആയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കിഴങ്ങും ഒരു 200 ഗ്രാം ചിക്കനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവുന്ന ടൈമിൽ ഒരു 1.5 ഗ്ലാസ് മൈദയിലേക്ക് 1 ടീസ്പൂൺ അയമോദകവും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ബോൾസുകളാക്കി വെക്കാം. ഇതെല്ലാം ഒന്നിവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഫില്ലിങ്ങും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താര. ഇനി നമുക്ക് ഇതൊരു ബജിമുളകാണ്. ഈ ഒരു ബജിമുളക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കീറിയതിന് ശേഷം അതിൽ ഈ സീഡെല്ലാം എടുത്ത് നമുക്ക് മാറ്റണം. സീഡ് എടുത്ത് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനും കിഴങ്ങും കൂടെ ഉള്ള ആ ഒരു ഫില്ലിങ്ങും കൂടെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിൽ പ്രസ് ചെയ്ത് വെക്കണം, പുറത്ത് പോകാത്ത വിധത്തിൽ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ ചപ്പാത്തി ബോൾസും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്ന തൊട്ട് നല്ല വലുതായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കണം. ഇനി ഇത് പരത്തിയതിന് ശേഷം ഇത് ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഓരോ ചെറിയ പീസിലും മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന മുളകിലേക്ക് ഇതിലെ ഓരോ പീസും എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അതിൽ ഫില്ലിങ് പുറത്ത് പോകാത്ത വിധത്തിൽ ഇങ്ങനെ അടുപ്പിച്ചിട്ട് വേണം ഇതൊന്ന് ചുറ്റി കൊടുക്കാൻ. ഇതൊക്കെ നന്നായിട്ട് ഇപ്പം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബജി മുളകായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചുപോയിട്ട് നല്ല ക്രിസ്പി ആകുന്ന വിധത്തിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു നോമ്പ് കാലത്ത് ഇത് ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ല്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.